കനത്ത മഴയിൽ വീട് തകർന്നതിനെ തുടർന്ന് ദുരിതത്തിലായി 3 സ്ത്രീകൾ. കൊല്ലം രാമൻകുളങ്ങരയിലാണ് 70-കാരിയായ അമ്മയും 2 മക്കളും ആരാരും സഹായിക്കാനില്ലാതെ ജീവിതം വഴിമുട്ടിയത്. സമീപത്തെ ഒറ്റമുറി ഷെഡിലെ തറയിൽ തുണി വിരിച്ചാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വൃദ്ധയടക്കം ഇന്ന് കഴിയുന്നത്. രാമൻകുളങ്ങര കന്നിമേൽ ഡിവിഷനിലെ 70-കാരിയായ ജൈനമ്മയ്ക്കും മക്കൾക്കുമാണ് ഈ ദുരവസ്ഥ. കാലങ്ങളായി 3 പേരും മറ്റാരുടെയും തുണയില്ലാതെ ഒരു വീട്ടിൽ കഴിഞ്ഞു വന്നു. 50 വയസ്സിലധികമുള്ള ഗ്രേസിയും വാർബരയുമാണ് മക്കൾ. 2 ആഴ്ച മുൻപ് പെയ്ത മഴയിലാണ് ഇവരുടെ വീട് പൂർണ്ണമായും തകർന്നത്. കേറിക്കിടക്കാൻ ഇടമില്ലാതായപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് സമീപത്ത് അങ്കണവാടിക്കായി നിർമ്മിച്ച ഷെഡ് തുറന്നു നൽകി. 2 ആഴ്ചയായി ഇവിടെയാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. വൈദ്യുതിയില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശൗചാലയം പോലുമില്ല, തറയാകെ നനഞ്ഞു കിടക്കുന്നു. റേഷൻ കടയിൽ നിന്നുള്ള ചാക്കുകൾ വാങ്ങി അത് വിരിച്ചാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മയടക്കം കഴിയുന്നത്. വീട് കാറ്റത്തെല്ലാം ഇടിഞ്ഞും മറിഞ്ഞു. പിറ്റേന്ന് കാലത്തോടെ വന്നപ്പോൾ ഒരു കാറ് പാലിന് പോയപ്പം വീട് മറിഞ്ഞു കിടക്കുന്നു. പിന്നെ വെള്ളം തിളപ്പിക്കാനൊന്നും നോക്കുന്നില്ല. പിന്നെ ഇവിടെ വന്ന് പാർട്ടിക്കാരൊക്കെ വന്ന് ഇത് തുറന്നു തന്നു. അമ്മയ്ക്ക് തണുപ്പിനകത്ത് കിടക്കാൻ വയ്യ. പിന്നെ തുണിയെല്ലാം നൂത്തിയിട്ട് അടിക്കൊക്കെ തുണിയൊക്കെ ഇട്ട് പായൊക്കെ ഇട്ട്. വീടിരിക്കുന്ന സ്ഥലത്തെ പട്ടയം പണ്ടെങ്ങോ കൈമോശം വന്നതാണ്. എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ലായിരുന്നു. വീട് തകർന്നതിന് പിന്നാലെ അധികൃതർ വന്നു നോക്കി പരിഹാരം കാണാമെന്ന് പറഞ്ഞു മടങ്ങി. ജീവിതം വഴിമുട്ടിയ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം സമീപവാസികളെയും സങ്കടപ്പെടുത്തുന്നതാണ്. സാഹചര്യം വളരെ ദയനീയമാണ്. വളരെ ദയനീയമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വീട് ഉണ്ടായിരുന്ന സമയത്തെ ഇവർ ഈ വസ്തു പ്രമാണമാക്കാൻ വേണ്ടി വേറെ ആളുടെ ഇവരെ പട്ടയം കൊടുക്കുകയും അത് കൈമോശം വന്ന് പോവുകയൊക്കെ ചെയ്ത് ഇവർക്ക് ഈ ലക്ഷം വീട് തരംതിരിഞ്ഞ് മാറ്റിവെക്കുന്ന സമയമായപ്പം അങ്ങനെ വീട് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നു. ആ പൊസിഷനിൽ തന്നെ പിന്നെ ഇവരെ സംരക്ഷിക്കുന്നതിന് വേറെ ആൺതുണയില്ലല്ലോ. ചേട്ടത്തി അനിയത്തിയും തള്ളയാനെ തീരെ വയ്യാത്തവർ. ചേട്ടത്തി കുറച്ചും കൂടി പ്രായമുള്ള ആൾ, ഇപ്പോൾ ഇത് അനിയത്തി. അപ്പോൾ ഇങ്ങനെ പ്രായമുള്ള മനുഷ്യരായ കാരണം ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒരു വീട്ടു ജോലിക്കോ എന്തെങ്കിലും പോയി കിട്ടുന്നത് കൊണ്ടുവന്ന് നിത്യവൃത്തി കഷ്ടി അന്നം കണ്ടെത്തുന്ന ഒരു രൂപത്തിലാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. നീണ്ടകര ഹാർബറിൽ ജോലിക്ക് പോയിരുന്ന ഇവർക്ക് ട്രോളിംഗ് നിരോധനം വന്നതോടെ അതുമില്ലാതായി. അധികൃതർ പറഞ്ഞ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനിയും ഇവർക്ക് ഈ ഷെഡിൽ കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണ്. എത്രയും വേഗം പരിഹാരമുണ്ടാവണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. ജനം, കൊല്ലം.